പിന്നാലെ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യക്കെതിരെ വിമർശനവുമായി ഓസീസ് ഇതിഹാസ താരം രംഗത്തെത്തിയിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് 100% ഫിറ്റ്നസ് ഇല്ലെന്നാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആദം ഗിൽക്രിസ്റ്റിന്റെ വിമർശനം. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 20 റൺസിന് കീഴടങ്ങിയിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ ഹർദിക് 2 വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും പിന്നീടുള്ള പ്രകടനമാണ് വിമർശനത്തിന് വഴിവെച്ചത്. 4 ഓവറിൽ 43 റൺസാണ് പാണ്ഡ്യ വിട്ടുകൊടുത്തത്. ഓരോ പന്തിലും ശരാശരി 2 റൺസിനടുത്ത് വഴങ്ങി. അവസാന ഓവറിൽ ചെന്നൈയുടെ ഇതിഹാസ താരം MS ധോണി പാണ്ഡ്യയെ കശക്കിയിരുന്നു. പാണ്ഡ്യയുടെ 4 പന്ത് മാത്രം നേരിട്ട ധോണി ഹാട്രിക് സിക്സർ ഉൾപ്പെടെ 20 റൺസ് നേടി. 6-6-6-2 എന്നതായിരുന്നു ധോണിയുടെ മാലപ്പടക്കം. ഈ ഓവറിൽ 26 റൺസാണ് പാണ്ഡ്യ വഴങ്ങിയത്. ഇതാണ് ചെന്നൈയുടെ സ്കോർ 200 കടക്കാൻ കാരണമായത്. മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയിട്ടും 20 റൺസിന് തോൽക്കാൻ കാരണം ബൗളർമാരുടെ ഈ ധാരാളിത്തമായിരുന്നു. കൃത്യമായ ലൈനും ലെങ്തും കണ്ടെത്താനാവാതെ പാണ്ഡ്യ ഉഴലുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാണ്ഡ്യ 100% ഫിറ്റ് അല്ലെന്ന് ഗിൽക്രിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യതയും മൂർച്ചയും ഇല്ലാത്ത ബൗളിംഗ് ആണ് നടത്തിയതെന്നും 100% ഫിറ്റ് അല്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം തെളിയിക്കുന്നതായും ഗിൽക്രിസ്റ്റ് അഭിപ്രായപ്പെട്ടു. പാണ്ഡ്യയെയും അദ്ദേഹത്തിന്റെ ബോളിങ്ങിനെയും വിലയിരുത്തുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ സമയത്ത് വെല്ലുവിളി ഏറ്റെടുത്ത് നിർണായക ഓവർ ചെയ്യാനെത്തി എന്നത് മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളതെന്നും പക്ഷേ പ്രധാനപ്പെട്ട ഓവർ എറിയാനുള്ള കായികക്ഷമത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതായി തോന്നിയെന്നും ഗിൽക്രിസ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച ഫോമിലല്ലാത്ത പാണ്ഡ്യയെ രൂക്ഷമായി വിമർശിച്ച മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കെവിൻ പീറ്റേഴ്സണും രംഗത്ത് വന്നിരുന്നു. പാണ്ഡ്യ ആവശ്യത്തിലധികം ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം മികച്ച പരിശീലനത്തിലൂടെ പാണ്ഡ്യയ്ക്ക് ഫോമിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് മുംബൈയുടെ ബാറ്റിംഗ് കോച്ചായ കിറോൺ പൊള്ളാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ 18-ന് പഞ്ചാബ് കിങ്സ് 11-ഉമായിട്ടാണ്. ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത് മുംബൈക്ക് പ്രധാനമാണ്. ഫോം വീണ്ടെടുക്കേണ്ടത് പാണ്ഡ്യയ്ക്കും. ചില റെക്കോർഡുകളും ഈ കളിയിലൂടെ പിറന്നിരുന്നു. ഈ മത്സരത്തിലെ വെടിക്കെട്ട് പ്രകടനത്തോടെ സെഞ്ചുറി തികച്ച രോഹിത് ശർമ്മ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കി. വെറും 31 പന്തിൽ രോഹിത് അതിവേഗ 50യിലേക്ക് കുതിച്ചു. സീസണിലെ രോഹിത്തിന്റെ ആദ്യ ഹാഫ് സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. രോഹിത്തിന്റെ പതിവ് ആക്രമണ ശൈലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം ജാഗ്രതയോടെയുള്ള സമീപനമാണ് ഇന്നലെ കണ്ടത്. ടീമിനായി മികച്ച ഇന്നിംഗ്സ് പടുത്തുയർത്തിയ രോഹിത് 63 പന്തിൽ നിന്ന് 105 റൺസ് നേടി. രവീന്ദ്ര ജഡേജ എറിഞ്ഞ 11-ാം ഓവറിലെ 2-ാം പന്തിലാണ് രോഹിത് ചരിത്ര നേട്ടം കൈവരിച്ചത്. ജഡേജയെ സിക്സറിന് പറത്തിയ രോഹിത് 2020 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി. 2020 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടുന്ന 5ാമത്തെ അന്താരാഷ്ട്ര താരമാണ് ഇപ്പോൾ രോഹിത് ശർമ്മ. ക്രിസ് ഗെയിൽ, കിറോൺ പൊള്ളാർഡ്, ആന്ദ്രെ റസൽ, കോളിൻ മൺറോ എന്നിവരാണ് മുന്നിലുള്ളത്. IPL-ലെ രോഹിത്തിന്റെ 43-ാം അർദ്ധ സെഞ്ചുറിയും ഈ പന്തിൽ കുറിക്കപ്പെട്ടിരിക്കുകയാണ്.